ഒരു ദൃശ്യം കാണിച്ചു തരാം. ഇത് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ്. കേരളത്തിൽ നടന്നൊരു സംഭവം. ക്രിസ്ത്യൻ ജനതയുടെ അവരുടെ കരോൾ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട രാത്രി നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അവിടെ BJP RSS സംഘങ്ങൾ കടന്നു കയറി ആക്രമിക്കുകയാണ് കുഞ്ഞു കുഞ്ഞുങ്ങളടക്കമുള്ള സ്ത്രീജനങ്ങളെ. നമുക്കിത് കണ്ടാൽ വലിയ ഭാരം തോന്നും. സ്നേഹമുള്ള, പരസ്പരം ബഹുമാനിക്കുന്ന ആളുകൾക്ക് ഈ ഒരു രംഗം കണ്ടാൽ ഭയങ്കര വിഷമം തോന്നും. കാരണം അനീതിക്കെതിരെ ഏതൊരാൾക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഇത് കണ്ടാൽ വിഷമം തോന്നില്ല. കാരണം എന്താണെന്നറിയാമോ? കാരണം ബൈബിളൊരു വചനമുണ്ട്. ആ വചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 19-ാം വാക്യം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിക്കുന്നത്. കാരണം ലോകത്തിനെ വേണ്ടവർക്ക് ദൈവമക്കൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാകുമ്പോൾ, സാത്താൻ ഇവരുടെ ഹൃദയങ്ങളിൽ, ഇവരുടെ തലച്ചോറുകളിലെല്ലാം പ്രവർത്തിക്കും. സാത്താൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ വ്യക്തികൾക്ക് അവരുടെ സ്വാഭാവിക ബുദ്ധി നഷ്ടപ്പെടും. ദൈവത്തിനെതിരെ അവർ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കഷ്ടമോ, ഈ പ്രയാസമോ, ഈ വേദനയോ ഒന്നും കണ്ടാൽ ക്രിസ്ത്യാനികൾക്ക് ദേഷ്യവുമില്ല, വൈരാഗ്യവുമില്ല, ഭയവുമില്ല. അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം അവർ ലോകത്തിനുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന പ്രവൃത്തിയാണ് ആ കാണുന്നത്. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. ഇങ്ങനെ ഞാൻ വായിക്കാം. നിങ്ങൾ ലോകർക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമാക്കിയതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദൈവം മുന്നമേ ഇത് എഴുതി വച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളോട് മുന്നമേ ഇത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു സ്നേഹികളോട്, ക്രിസ്തു വിശ്വാസികളോട്, ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളോട് ഇത് ദൈവം മുന്നമേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രവൃത്തി കാണുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേദനിക്കില്ല, അവർ ദുഃഖിക്കില്ല, അവർ സ്തോത്രം ചെയ്യും. പിതാവായ ദൈവത്തിന്, കർത്താവായ രക്ഷിതാവിന്, ത്രിയേക ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് നന്ദി പറയും. ദൈവം നടത്തട്ടെ.